പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. വെങ്ങാനല്ലൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആധ്യാത്മിക പഠന ക്ലാസ് ശ്രദ്ധേയമായി. ദേശമംഗലം ഓംകാരാശ്രമം മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനല്ലൂർ 1857 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആധ്യാത്മിക പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ദേശമംഗലം ഓംകാരാശ്രമം മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് വെള്ളാലത്ത് ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ സമാജം പ്രസിഡന്റ് രമണി കോമത്ത് സ്വാഗതം ആശംസിച്ചു. നമ്മുടെ അധ്യക്ഷനും കരയോഗം പ്രസിഡന്റുമായ ശ്രീമാൻ ദാമോദരൻ നായരെ ആധ്യാത്മികത ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതിനെക്കുറിച്ച് ആധ്യാത്മിക വിഭാഗം അധ്യാപകൻ ഗോപകുമാർ കാളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കരയോഗം വൈസ് പ്രസിഡന്റ് പുല്ലഴി ബാബുരാജ്, സെക്രട്ടറി രാധാകൃഷ്ണൻ, ട്രഷറർ രവികുമാർ എന്നിവരും മറ്റ് കരയോഗം ഭാരവാഹികളും മെമ്പർമാരും കുട്ടികളും സജീവമായി പങ്കെടുത്തു. ആധ്യാത്മിക വിഭാഗം കോർഡിനേറ്റർ ബബിത വെള്ളാലത്ത് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ക്ലാസ് ഒക്കെ മുടങ്ങി വന്നവരുണ്ടാകും, നിങ്ങൾ വലിയ കാര്യം കണ്ട. പക്ഷേ ആ കുട്ടിയെ പിന്നെ അതിലേക്ക് പറഞ്ഞു വിടാനുള്ളൊരു സന്മനസ് നിങ്ങളെല്ലാവരും കാണിക്കണം. എന്നിരുന്നാലേ അധ്യാത്മിക ക്ലാസ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഈ ഉദാഹരണം കഴിഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് കൊണ്ടു നടന്നിട്ടില്ല. കുട്ടിയില്ല, ആകെയില്ല, രണ്ടാളില്ല. അതിപ്പോൾ ഈ കരയോഗം മുഴുവൻ പിന്നെ അതിൻ്റെ പാട്ടാണ്. അതെല്ലാത്തൊരു മോശമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 കുട്ടികളെങ്കിൽ 10 അവർ വരിക. ഏതിനും 1 2 3 കുറവ് വരും. അത് പ്രശ്നമല്ല. പക്ഷേ തീരില്ലാതെ 1 2 കുട്ടികൾ വരിക, ആ പഠിപ്പിക്കുന്ന മാഷ് വരിക, അവർ തിരിച്ചു പോകേണ്ട അവസ്ഥ. തത്വചിന്തകളും മൂല്യങ്ങളും ആശയങ്ങളും അത് ഓരോ കാലഘട്ടത്തിൻ്റെയും സാഹചര്യങ്ങൾക്കും സ്പന്ദനങ്ങൾക്കും അനുസരിച്ച് എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ ധർമ്മത്തിൽ എക്കാലവും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായി സമാഹരിക്കപ്പെട്ട വിജ്ഞാന സമ്പത്തുകളെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി അറിഞ്ഞുകൊണ്ട് ജീവിക്കാനാണ് നാം എല്ലാവരും പ്രയത്നിക്കേണ്ടത്. ആ പ്രയത്നത്തിന് അടിത്തറവാകുന്നതിനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഈ പഠന ക്ലാസ്സിനെ നിങ്ങളെല്ലാവരും കാണേണ്ടതെന്നാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നമ്മുടെ ഉത്കൃഷ്ടമായ പാരമ്പര്യത്തെക്കുറിച്ചും ആ പാരമ്പര്യം ലോകത്തിന് നൽകിയിട്ടുള്ള വിശിഷ്ടമായ സംഭാവനകളെക്കുറിച്ചും അറിവ് നൽകുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മമായി അല്ലെങ്കിൽ യജ്ഞമായി നമ്മുടെ സംസ്കൃതി കാണുന്നത്. CCV ന്യൂസ്, ചേലക്കര.